ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേത്യാസ്മാജിക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. നമ്മളുടെ സൂപ്പർ ട്രെൻഡിങ് മാവില ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 5 മാവില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനായിരിക്കണം മാവില, നല്ല പച്ച മാവില നോക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് തളിരിലേ ആവരുത്, നന്നായി പഴുത്തതോ ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിനുള്ള ഇല നോക്കി എടുക്കണം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വേണ്ടുന്നൊരു ഹാഫ് നാരങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇലകൾ കീറി ഇട്ട് കൊടുക്കാം. കീറുമ്പോൾ നടുക്കത്തെ തണ്ടും ഈ നാരൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇലകൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ. അതുപോലെ തന്നെ ഈ മാവിൽ പിച്ച് കുറേ നേരം വെച്ചതിന് ശേഷം ജ്യൂസ് അടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ജ്യൂസിന് ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ഫ്രഷ് ആയിട്ടുള്ള മാവിൽ ചെയ്യുമ്പോഴേ നമ്മളുടെ ജ്യൂസിന് ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ ഇലകളും ഞാൻ കീറി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമ്മളുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 5 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ മാവിൽ ഈ ഒരു പരുവത്തിനെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ കുരുക്കളൊക്കെ ഉണ്ടല്ലോ, കുരുവൊക്കെ മാറ്റിയിട്ട് വേണം പിഴിഞ്ഞൊഴിക്കാൻ. കാരണം കുരുവും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുരു ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയില്ലേ, അത് ഞാനൊന്ന് മുറിച്ച് ചേർക്കുകയാണ്, കാരണം അരഞ്ഞു വരാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി. ഇനി ഇത് നമുക്കൊന്നുകൂടി അടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകില്ലേ, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ഐസ് ക്യൂബ് ചേർക്കാം. നമ്മളിപ്പോൾ അതിൽ നോർമൽ വാട്ടറല്ലേ ചേർത്തത്, അപ്പോൾ തണുപ്പുണ്ടാവില്ലല്ലോ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ജ്യൂസ് നന്നായി അരിച്ച് വേണം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ. അതായത് ഇപ്പോൾ ഹാഫ് ഗ്ലാസ്സേ വരുള്ളൂ, കാരണം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ നമ്മൾ മിക്സിയിൽ അടിച്ച സമയത്ത്. കാരണം കൂടുതൽ വെള്ളം ചേർത്താൽ മിക്സിയുടെ ജാറിൽ നിന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തത്. അപ്പം ഈ ഒരു അളവിനെ നമുക്ക് ജ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിക്കാണ് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് അരിപ്പയിൽ കൂടി തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ നോർമൽ വാട്ടറിനും ആ ഒരു മാവിലയുടെ എസൻസൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനിപ്പോൾ അതും അരിപ്പയിലൂടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മൾ അരിപ്പയിൽ കിട്ടിയിരിക്കുന്നത്. നല്ല പച്ച കളറ്, നല്ല കളർഫുൾ ജ്യൂസാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. അതുവരെ താങ്ക്